ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 10th പ്രിലിംസിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ 22ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു മാത്സ് സീരീസ് കാണുന്നതെങ്കിൽ 1 മുതൽ കണ്ടു തുടങ്ങുക. ഒരു 10-15 ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മാത്സ് ആ ഒരു 10th പ്രിലിംസ് ലെവലിലെ മാത്സ് നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് എക്സാം ഹോളിലും എന്താണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്ന 66/2026 എന്ന് പറയുന്നത് ഇന്നലെ നടന്ന പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ സെക്കൻഡ് സ്റ്റേജ് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സാം ഉടനെ തന്നെ എന്തായാലും നെക്സ്റ്റ് ഓഗസ്റ്റ് 1 അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ ഒപ്പം നടത്തുവാൻ അല്ലെങ്കിൽ വേറൊരു ഡേറ്റ് വന്ന് ആ എക്സാമും ഉണ്ടാകും ഉടനെ തന്നെ. അപ്പൊ നമുക്കിനി ഓഗസ്റ്റ് 1 ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് ഇറക്കി എല്ലാവർക്കും ഇനി ഓഗസ്റ്റ് 1 നെക്സ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുവരെയുള്ള ടൈം കൊണ്ട് ഒന്നുകൂടെയൊക്കെ പഠിച്ച് അല്ലെ, ഇപ്പൊ എക്സാം എഴുതാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട കാര്യം, നമുക്ക് കുറച്ചും കൂടി ഡേയ്സ് കിട്ടി എന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2√2 + 3√2 - √8 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അറിയേണ്ടത് ഇവിടെ എന്താണ്, നമ്മൾ എപ്പോഴും എക്സും വൈ ആയിട്ട് നമ്മൾ പഠിക്കില്ലേ, എക്സുകൾ ഒരുമിച്ച് കൂട്ടാം അല്ലെ. നമുക്കിപ്പോ കുറെ ചക്ക കൂട്ടിയിട്ടേക്കുന്നു, കുറെ മാങ്ങ കൂട്ടിയിട്ടേക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചക്കകൾ എത്ര മാങ്ങ എത്ര എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, √2 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയെ തമ്മിൽ കൂട്ടാൻ പറ്റും, കുറക്കാൻ പറ്റും അല്ലെ. അല്ലാണ്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന √8 നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ എന്ത് വരും, 2√2 3√2 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5√2 എന്ന് കിട്ടും. മൈനസ് ഈ √8 നമുക്ക് ഈ √2 ഫോർമാറ്റിലോട്ട് മാറ്റാൻ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, √8 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം, നമുക്ക് 4 × 2 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്ത് വരും ആൻസർ, √4 റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. 2√2 ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും, ഈ √2 പ്ലേസിൽ നമുക്ക് എന്തെഴുതാം, 2√2 എഴുതാം. ഇനി 5√2 നിന്ന് 2√2 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3√2 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ആൻസർ എത്രയാണ്, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13 ആണ്. നമ്മൾ ലാസ്റ്റ് ആയിട്ട്, അതായത് 10th പ്രിലിംസിന്റെ ഈ ഫസ്റ്റ് ലെവലിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ അതിന് മുമ്പ് നടന്ന ഒരു 62/26 നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ പാറ്റേണിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 25 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും ആകെ കണ്ടുപിടിക്കാൻ 25 കുട്ടികളുടെ ശരാശരി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആകെ വയസ്സ് കിട്ടും. ഓക്കെ, ഇതാണ് എന്താ, എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആകെ എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടുന്നത്. 25 × 13 എന്ന് പറയുമ്പോൾ 325 ആണ്. ഇനി എന്താ പറയുന്നത്, ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ, ടീച്ചറും കൂടി കൂടുമ്പോൾ അത് എത്രയാകും, ഇവിടെ 26 ആകും. അപ്പോൾ ശരാശരി 14 എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്, 26 × 14 എന്ന് പറയുന്നത് 364 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ടീച്ചറുടെ വയസ്സ് കൂട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്, അതായത് 25 കുട്ടികളുടെ ശരാശരി 25 പേരുടെ വയസ്സ് 325 ആണ്. ഒരാളും കൂടി വന്നപ്പോൾ 364 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 364 നിന്ന് നമ്മുടെ 325 കുറച്ചാൽ മതി അല്ലെ. 14 5 കുറക്കുമ്പോൾ 9 കിട്ടും. ഇവിടെ എത്രയാകും, ഇത് 5 ആണ്. സോറി, ഇവിടെ 5 ആയി. 5-ൽ നിന്ന് 2 കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 കിട്ടും. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 39 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ക്ലോക്കിലെ സമയം 3:20 ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര, 3:20. നമുക്ക് എങ്ങനെയാണ് പഠിക്കുന്നത്, 30h - 11/2m ആണ്. ഓക്കെ, ഇനി എന്താണ് 30h എന്ന് പറയുന്നത്, 30 × എത്ര മണിയാണ് പറഞ്ഞിരിക്കുന്നത്, 3 മണി. 11/2 മിനിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഇവിടെ എത്ര വരും, 90 - ഇവിടെ ഇതും കൂടി കട്ടായി പോകും, ഇവിടെ 10 വരും. 11 × 10 110 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് -20 എന്ന് കിട്ടും. മോഡുലസ് ആണ്, മോഡുലസിന്റെ വെളിയിലേക്ക് എടുക്കുമ്പോൾ അത് 20 ഡിഗ്രി ആണ്. സോ 3:20 എന്ന് പറയുമ്പോൾ എത്രയാണ്, ഓപ്ഷൻ സി 20 ആണ്. 5x⁻1 × 5³ × 5² = 3125 എങ്കിൽ എക്സിന്റെ വില എത്ര, എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്
നമുക്ക് അറിയേണ്ട കുറച്ച് റൂൾസ് പറഞ്ഞുതരാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം മൈനസ് 1 മൈനസ് എൻ ആണ്. ഓക്കെ, ഇനി എന്താണ് എ റേസ് ടു എം എന്ന് എ റേസ് ടു എം മൈനസ് എം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എന്താക്കി എഴുതാം? 1 ബൈ എ റേസ് ടു എം എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എക്സ്പോണൻസി എന്ന് വരുന്നതാണ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന 3125നെ ഇതിന് നമുക്ക് ഒരു റൂൾ ഉണ്ട്. ലെഫ്റ്റ് സൈഡ് എന്താണോ അത് തന്നെ ആയിരിക്കണം റൈറ്റ് സൈഡിലെ ബേസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിവിടെ നോക്കിക്കേ, എല്ലാം 5 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? 5 ഒരു തവണ എഴുതിയാൽ മതി. ഇവിടെ എന്ത് വരും? എല്ലാം കൂടി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പ്ലസ് ചെയ്താൽ മതി. സോ എക്സ് മൈനസ് 1 പ്ലസ് 3 പ്ലസ് 2 എന്നായിട്ട് മാറും അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു 3125 ആണ് തന്നിരിക്കുന്നത്. ഈ 3125നെ ഇതിന്റെ ബേസ് ഇവിടെ എന്താണോ വരുന്നത് അത് രണ്ടും ഇത് 5 തന്നെ ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? രണ്ട് സൈഡിലെയും പവർ എന്ന് പറയുന്ന ഇതാണ്, ഈ പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, ഈ പറയുന്ന 3125നെ 5ന്റെ ബേസിലോട്ട് മാറ്റാൻ ഇവിടെ 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 6 5 30, ഇവിടെ 12 എന്ന് പറയുമ്പോൾ 2, 25 എന്ന് പറയുമ്പോൾ 5, 625 വരും. എഗെയിൻ നമുക്കിതിനെ 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? ഒരു തവണ 2 തവണ 25 എന്ന് പറയുമ്പോൾ 5 തവണ 125 വരും. എഗെയിൻ നമുക്കിതിനെ 5 കൊണ്ട് ചെയ്താൽ ഇവിടെ 25 വരും. എഗെയിൻ ഇതിനെ 5 കൊണ്ട് ചെയ്താൽ ഇവിടെ 5 1. അപ്പൊ അതായത് ഈ പറയുന്ന 3125 എന്ന് പറയുന്നത് എന്താണ്? 5 റേസ് ടു 5നെയാണ് 3125 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 5 റേസ് ടു 5 എന്ന് എഴുതാം. ഇനിയിപ്പോ നോക്കിക്കേ, ബേസ് രണ്ടും തുല്യമായില്ലേ? സോ പവേഴ്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എക്സ് മൈനസ് 1 പ്ലസ് 3 പ്ലസ് 2 ഈക്വൽ ടു 5 എന്ന് കിട്ടി അല്ലെ. ഇവിടെ എന്താണ്? എക്സ് മൈനസ് 1 പ്ലസ് 5 ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ 5 ഇപ്പുറം വരുമ്പോൾ 0 ആയിട്ട് വരും അല്ലെ. 5 മൈനസ് 5 എന്ന് പറയുമ്പോൾ 0 ആണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ 5 മൈനസ് 5 വരും. എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് എക്സിന്റെ വാല്യൂ. സോ ഓപ്ഷൻസ് ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, 8 12 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അവിടെ ഇത് തന്നെ സെയിം 62/26 തൊട്ട് മുമ്പുള്ള നടത്തിയ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചോദിച്ചിരുന്നത്? ഈ ഒരു സംഖ്യകൾ തന്നിട്ട് റാൻഡം ആയിട്ട് കുറച്ച് സംഖ്യകൾ തന്നിട്ട് 5 ശിഷ്ടം വരുന്നതാണ്. അപ്പൊ അതിന്റെ മെത്തേഡ് നമ്മൾ പറഞ്ഞു തന്നിരുന്നു. ഇങ്ങനെ ചോദിക്കുമ്പോൾ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. 8 12 16. ഓക്കെ, LCM കണ്ടുപിടിക്കാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും, ഇവിടെ 6 കിട്ടും, ഇവിടെ 8 കിട്ടും. അഗെയിൻ നമുക്ക് ഇതിനെ 2 കൊണ്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? 2 3 4 എന്ന് വരും. അഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് ചെയ്താൽ 1 3 2 എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കാം, ഇവിടെ എത്രയാണ് അതിന്റെ LCM എന്ന് പറയുന്നത്? LCM എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 2 ആണ്. 3 2 6, 6 2 12, 12 4 48 ആണ് LCM. ഇത് കണ്ട് നേരെ LCMലേക്ക് പോകരുത്. ഇതിന്റെ മീനിങ് എന്താണ്? 8 12 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 0 ശിഷ്ടം വരുന്ന സംഖ്യയാണ് ഈ പറയുന്ന 48. നമുക്ക് 3 വന്നെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? +3. ഇതിനോട് 3 അങ്ങ് കൂട്ടിയാൽ മതി. അപ്പൊ എത്ര കിട്ടും? ഇവിടെ 50 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 1/2 പ്ലസ് 3 1/4 മൈനസ് 4 1/5 എന്താണ്? മിശ്ര ഭിന്നമാണ് തന്നിരിക്കുന്നത്. ഭിന്നസംഖ്യകൾ എന്ന ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 1/2 നമുക്ക് ഇതിനെ ഡയറക്റ്റ് ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ഇതിൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്യാം. ഇവിടെ എത്ര 2 ഇൻറ്റു 2 4 ആണ് അല്ലെ. 4 + 1 എന്ന് പറയുന്നത് 5/2 ആയിട്ട് വരും. ഈ തന്നിരിക്കുന്ന ഇതിനെ എന്താക്കി മാറ്റി? നമ്മളെ നോർമൽ മിശ്ര ഭിന്നത്തിനെ 2 1/2നെ നമ്മൾ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 2 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഇതാണല്ലോ റൂള്. 5/2 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ എന്താണ് വരേണ്ടത്? 4 ഇൻറ്റു 3 12, 12 + 1 എന്ന് പറയുന്നത് 13/4 എന്ന് കിട്ടും. മൈനസ് 4 1/5 എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബേസ് സെയിം ആക്കാം. സോ 10 + 13 എന്തെന്ന് കിട്ടും? 4 മൈനസ് 4 20 20 1 21 21/5 എന്ന് വരും.
ഓക്കെ, 10ഉം 13ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10 + 13 എന്ന് പറയുമ്പോൾ 23/4 എന്ന് കിട്ടും. മൈനസ് 21/5. ഇനി എന്ത് ചെയ്യണം? ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും? 23 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 115. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. 115 മൈനസ് എത്രയാണ് വരേണ്ടത്? 21 × 4 ചെയ്യണം. എത്ര കിട്ടും? 84 കിട്ടും. ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. ഓക്കെ, അതിനെ എന്ത് ചെയ്യണം? ഇനി മൈനസ് ചെയ്താൽ മതിയല്ലോ. ആൻസർ എത്രയാണ് വരേണ്ടത്? 115ൽ നിന്ന് 84 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 31 ആണ്. 31/20 എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്നത് ഇതിനെ, ഈ ഒരു മിശ്ര ഭിന്നത്തിനെ നമ്മൾ നോർമൽ ആക്കുമ്പോൾ എന്താ വരേണ്ടതെന്ന് നോക്കിക്കേ. 1 × 20 20, 20 + 11 31/20. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 × 20 40, 40 + 11 എന്ന് പറയുമ്പോൾ 51/20. ഓക്കെ, ഇവിടെ എത്രയാ വരേണ്ടത്? 1 × 20 20, 20 + 19 എന്ന് പറയുമ്പോൾ 39/20. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ 31നെ 20 കൊണ്ട് ഹരിച്ച് നോക്കുക ഒരു തവണ അല്ലെ. ഇവിടെ 20 വരും, ഇവിടെ ശിഷ്ടം 11 കിട്ടും. എന്താ ചെയ്യേണ്ടത്? ആൻസർ എന്താണോ അത് ആദ്യം എടുത്തെഴുതുക, എന്താണോ റിമൈൻഡർ അത് മുകളിൽ എടുത്തെഴുതുക, എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അതിനെ നമുക്ക് എടുത്ത് താഴെ എടുത്തെഴുതുക. സോ ആൻസർ വരേണ്ടത് 1 11/20 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു മതില് പണിയുമാണ്. അത് 10 പേര് നിന്ന് പണിതാലും 100 പേര് നിന്ന് പണിതാലും എന്താണ്, ആ മതിലിന്റെ അളവെന്ന് പറയുന്നത് തുല്യം തന്നെയാണ്. അതായത് വർക്ക് എപ്പോഴും സെയിം ആണ് അല്ലെ. അപ്പൊ എന്താണ്? M1 D1 ഇത് ആൾക്കാരുടെ എണ്ണം, ഇത് ദിവസത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് M2 D2 എപ്പോഴും തുല്യമായിരിക്കും. ആരെത്ര ഇപ്പൊ 60 പേര് ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്തു, അതേസമയം 100 പേര് ചേർന്നിട്ട് എന്താണ്, 100 പേര് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? 10 ദിവസം എന്നുള്ളത് ദിവസത്തിന്റെ എണ്ണം കുറയും. 1000 പേരാകുമ്പോൾ എന്താണ്, പെട്ടെന്ന് ചിലപ്പോൾ കഴിയുമായിരിക്കും അല്ലെ പണി. അതേപോലെ തന്നെയാണ് എന്ത് ജോലിയാണെങ്കിലും ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ദിവസത്തിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ, വിപരീത അനുപാതത്തിലാണ്. അപ്പൊ ഇവിടെ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. 60 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ 6 ദിവസമാണ് വേണ്ടത്. എത്ര ആളുകൾ അധികം വേണ്ടി വരുമെന്നാണ്? 60 × 10/6 ആണ് M2 എന്ന് പറയുന്നത്. 6ഉം 60ഉം കൂടി കട്ടാകും 10. M2 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 100 ആണെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ? ഇല്ല. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര ആളുകൾ അധികം വേണ്ടി വരും? ഓൾറെഡി എൻ്റെ 60 പണിക്കാരുണ്ട്. ഇനി എനിക്ക് 6 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എനിക്ക് 100 പണിക്കാർ വേണം. അപ്പൊ എനിക്ക് എത്ര പണിക്കാരെയും കൂടി വേണം? ഇനി ഒരു 40 പേരും കൂടി ഉണ്ടെങ്കിൽ 100 ആകുമല്ലോ. അപ്പൊ എത്ര പേരാണ് വേണ്ടത്? ഓപ്ഷൻ ഡി 40 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര? ലാഭശതമാനം. 110 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ അതിന്റെ 100% എന്ന് പറയുന്നത് 110 ആണ്. 132 രൂപയ്ക്ക് വിറ്റു എങ്കിൽ അത് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. ഈ 0 അല്ലെ, ഇവിടെ എത്രയാണ് വരേണ്ടത്? 11ഉം 132 കൂടി നമുക്ക് കട്ട് ചെയ്യാം. എത്ര തവണ വരും? 12 തവണ. 12 × 10 120 ആണ്. അതായത് ഈ പറയുന്നത് 120 ആണ്. 100% 110 ആണ്. 120% 132. അപ്പൊ ലാഭശതമാനം എത്രയാണ്? 20% ലാഭം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലാഭശതമാനം നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ എന്ത് വെച്ചിട്ട്? വാങ്ങിയ വില ബൈ × 100 ചെയ്താൽ മതി. ലാഭം എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 110ഉം 132 അല്ലേ, 12 രൂപയല്ലേ ലാഭം. അപ്പൊ 12 വാങ്ങിയ വില 110 ആണ്, × 10 ചെയ്താൽ മതി. പന്ത്രണ്ട് അല്ലല്ല, 12 വരുമ്പോ 122 അല്ലേ ആവുള്ളൂ, 22. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരും? 22/11 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 20 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ 20% ലാഭം എന്ന് പറയുന്നത്. അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. നഷ്ടശതമാനവും ലാഭശതമാനവും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നോക്കാം. അടുത്ത പദം ഏത്? 3, 7, 15, 31. നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ ലോജിക്ക് എന്നുള്ളത്. 3
3നെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 6 + 1 7 കിട്ടി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 7നെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുമ്പോൾ കിട്ടുന്നത് 14 + 1 15 കിട്ടി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 15നെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയപ്പോൾ 30 + 1 31 കിട്ടി. നെക്സ്റ്റ് എന്താണ് അപ്പോൾ വരേണ്ടത്? 31നെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടണം. അപ്പോൾ എന്ത് വരും? 62 + 1 63 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 16 + 8 ÷ 2 × 6 - 20 ബോർഡ് മാസ് റൂൾ ആണ്. നമ്മൾ ബോർഡ് മാസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ. നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ആൻസർ എങ്ങനെ വരും? 16 + 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 4 ആണ്. 4 × 6 - 20 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ബോർഡ് മാസ് ഡിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 16 + 6 4 24 ആണ്. 24 - 20 എന്ന് വരും. ഓക്കെ, ഇനി എന്താ വരേണ്ടത്? 16ഉം 24ഉം കൂടി കൂട്ടുമ്പോൾ 40 വരും. 40 - 20 എന്ന് പറയുന്നത് 20 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് 3, 6, 11, 18 എന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തതാണ് വേണ്ടത്? 3, 6, 11, 18. നമുക്ക് എന്തെങ്കിലും ലോജിക്ക് നമുക്ക് അവിടെ ആദ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 3, 6, 11, 18 എന്ന ശ്രേണി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഏത് തരത്തിലാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ 3നോട് എത്ര കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്? 3 കൂട്ടി. ഓക്കെ, 6നോട് ഞാൻ 5 കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 11 കിട്ടി. 11നോട് ഞാൻ 7 കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 18 കിട്ടി. ഇനി അപ്പൊ അടുത്ത് എന്തായിരിക്കും? 18നോട് ഞാൻ എന്ത് കൂട്ടണം? 9 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും എനിക്ക്? 27 കിട്ടും. നെക്സ്റ്റ് എന്താണ്? 27നോട് എനിക്ക് എന്ത് കൂട്ടണം? 11 കൂട്ടിയപ്പോൾ എനിക്ക് 38 കിട്ടും. അല്ല, ഇവിടെ ശ്രേണിയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 38 വന്നെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അതിന് മുമ്പുള്ള നമ്പേഴ്സ് വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഏതാണ് ആൻസർ? 37 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് നെക്സ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി 38നെ ഞാൻ എന്ത് കൂട്ടി? ഞാൻ 38നോട് ഞാൻ 13 കൂട്ടണം. അപ്പൊ എത്ര കിട്ടി? എനിക്ക് 51 കിട്ടി. ഇനി ഈ 51നോട് ഞാൻ എന്ത് കൂട്ടി? 15 കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 66 കിട്ടും. അല്ലെ? അപ്പൊ ശ്രേണിയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 37 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തെക്കും വടക്കും കിഴക്കും ഒക്കെ നമുക്ക് പഠിക്കണ്ടേ? അപ്പോ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ നിന്നിട്ട് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഓക്കെ, അവിടെ നിന്ന് വലത്തോട്ട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മുടെ സൂചി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ മതി എന്ന് ഓർക്കുക. അപ്പൊ 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? വലത്തോട്ട് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട്, ഇങ്ങനെ നിൽക്കുന്ന സൂചി വലതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ആയിരിക്കില്ലേ കറങ്ങുന്നത്. അപ്പൊ എന്താണ്? ഇങ്ങോട്ടേക്ക് എത്ര സഞ്ചരിച്ചു? 7 കിലോമീറ്റർ സഞ്ചരിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എവിടെയായിരിക്കും? ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് അയാൾ എവിടെയായിരിക്കും? 4 കിലോമീറ്റർ. ഇത് ഏതാണ്? തെക്ക് വശത്ത്. തുടങ്ങിയത് ഇപ്പൊ എവിടെ നിന്നാണ്? 4 കിലോമീറ്റർ തെക്കാണ് ഇപ്പൊ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണുള്ളവ എത്ര? 4 മണി, 5 മണി, 6 മണി. അങ്ങനെ പെർഫെക്റ്റ് ടൈം ആണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി, 30h ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 30 × 4. 30 × 4 എന്ന് പറയുന്നത് 120 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 3:12 x=60 ആയാൽ ദേ നോക്കിക്കേ, 12 5 ആണ് 60 എന്ന് പറയുന്നത്. 12നെ 5 കൊണ്ട് ഗുണിക്കണം. സോ ഇവിടെ എന്ത് ചെയ്യണം? 3നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 15 എന്ന് കിട്ടും. എക്സിന്റെ വില എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 15 ആയിരിക്കും. 1 1 2 3 5 8 എന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര? ഫിബൊനാച്ചി സീരീസ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എത്ര തവണ ഈ ഒരു ക്വസ്റ്റ്യൻസ് കയറി വന്നാണ്. കണ്ണും പൊട്ടി നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റണം അവിടെ അടുത്തത് 13 ആണെന്നുള്ളത്. അല്ലെ? 1 1 കൂടി കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്. ഈ 2 1 കൂടി കൂട്ടിയപ്പോഴാണ് ഈ 3 കിട്ടിയത്. ഈ 2 3 കൂടി കൂട്ടിയാണ് ഈ 5 കിട്ടിയത്. ഈ 5 3 കൂടി കൂട്ടി 8 കിട്ടി. നെക്സ്റ്റ് 8ഉം 5ഉം കൂടി കൂട്ടി എന്ത് വരണം? 13 വരണം. 3:2 = 9 ആണെങ്കിൽ നോക്കാം നമുക്ക്. 3 2 9. അപ്പോൾ അവിടെ എന്തോ ഒരു ലോജിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താന്ന്. നമുക്ക് നോക്കാം. ഇത് രണ്ടും കൂടി കൂട്ടാം. 3 + 2 5 ആണ്. 5 × 2 10
10 അതിൽ നിന്ന് നമ്മൾ 1 മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 9 കിട്ടി. നെക്സ്റ്റ് നമുക്ക് അതേ റൂൾ പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ എന്താ വരുന്നത് നോക്കിക്കേ, 4 + 3 അല്ലെ, 4 + 3 ഇൻറ്റു 2 - 1. 4 + 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 12. അല്ല, 4 + 3 എന്ന് പറയുമ്പോൾ 7. 7 × 2 - 1. 7 × 2 എന്ന് പറയുന്നത് 14 - 1 എന്ന് പറയുന്നത് 13 ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, 5 * 4 എന്ന് പറയുന്നത് 5 + 4, 2 കൂടി കൂട്ടുക, 2 കൊണ്ട് ഗുണിക്കുക, 1 കുറക്കുക. 5 × 4 9, 9 × 2 18 ആണ്. 18ൽ നിന്ന് 1 കുറച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 17 എന്ന് കിട്ടി. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം, 6 * 5 എന്ന് പറഞ്ഞാൽ എന്താണ് വരേണ്ടത്? 6 + 5 ചെയ്യാം, പിന്നെ എന്താണ്? ഇൻറ്റു 2 ചെയ്യാം, -1 ചെയ്യാം. ഇവിടെ എത്ര വരും? 6ഉം 5ഉം എത്രയാണ്? 11 ആണ്. 11 × 2 - 1, 11 × 2 22 - 1 21 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ 21 എന്ന് കിട്ടും. പല ലോജിക്കും ഉണ്ടാകും കേട്ടോ. ഇവിടെ നമുക്ക് വേറെയും ഇതിൽ പാറ്റേൺ ചിലപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവിഷൻ എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ എന്താണ് വരുന്നത് നോക്കാം നമുക്ക്. 6 / ഡിവിഷൻ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മൈനസിനെ. 6 - 3 എന്നായി. പ്ലസ് എന്നത് എന്തിനെയാണ്? ഇൻറ്റുവിനെയാണ്. അപ്പൊ ഇൻറ്റു 2. മൈനസ് എന്നത് പ്ലസിനെയാണ്. +8. ഇൻറ്റു എന്നത് ഡിവിഷനെയാണ്. /4 എന്ന് വരും. ഇവിടെ എത്രയാണ് വരേണ്ടത്? 6 - ഇവിടെ എന്ത് വരണം? 3 × 2 പ്ലസ് ബോർഡ് മാസ് റൂൾ വരുമ്പോഴേക്കും 8 / 4 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇവിടെ എത്ര വരും? 6 - 6 + 2 എന്ന് വരും. ആൻസർ എത്ര വരും? 2 ആണ്. 6ൽ നിന്ന് 6 കുറക്കുമ്പോൾ 0 + 2 എന്ന് പറയും. ആൻസർ ഇവിടെ എത്ര വരും? 2 ആണ്. 7 10 6 13 5 16 എന്ന ശ്രേണിയുടെ 7ാം പദം എത്ര? 7 10 6 13 5 16 അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇതൊന്ന് കുറച്ച് എഴുതിയിരിക്കുന്ന -1. സോ നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? -1. ഇവിടെ എത്ര വരും? ഇപ്പൊ 4 വരും. ഇനി ഇവിടെ എന്തോ ഒരു നമ്പർ ഉണ്ട്, അടുത്ത നമ്പർ എത്ര വരും? -1 ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ എന്താ ലോജിക്ക് നോക്കിക്കേ. ഇതിനോട് എന്ത് ചെയ്തു? +3 ചെയ്തു, 13 കിട്ടി. 13നോട് +3 ചെയ്തു, 16 കിട്ടി. 16നോട് +3 ചെയ്യുമ്പോൾ നമുക്ക് 19 കിട്ടും. നമുക്ക് എത്രാമത്തെ സംഖ്യ കണ്ടുപിടിക്കേണ്ടത്? 9 അല്ലേ? 1 2 3 4 5 6 7 8 9. 9ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 7 + 8 / 4 - 2 × 3 + 1. ബോർഡ് മാസിൽ നിന്ന് തന്നെ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 3ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ ബോർഡ് മാസ് സെക്ഷനിൽ നിന്ന് തന്നെ വരുന്നത്. 7 ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. 8 / 4 എന്ന് പറയുന്നത് 2 വരും. മൈനസ് പിന്നെ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 6 + 1 എന്ന് വരും. 7 + 2 - 6 + 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 7 × 2 9, 9 + 1 - 6 എന്ന് വരും. 10 - 6 ആൻസർ എത്ര വരും? 4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി 4 ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? ഈ ക്വസ്റ്റ്യൻ സെയിം ഇതേ പാറ്റേണിൽ തന്നെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമോടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിരിക്കും. ഇവിടെ ഞാനിപ്പോ ഇപ്പോഴത്തെ പ്രായമല്ലേ, ഇപ്പൊ ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ പ്രായം ഇപ്പൊ 40 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ 40 ആണെങ്കിൽ എന്താ പറയുന്നത്? 3 വർഷം മുമ്പുള്ള പ്രായവും 2 വർഷം കഴിയുമ്പോൾ ഉള്ള പ്രായവുമാണ് വേണ്ടത്. 2 വർഷം കഴിയുമ്പോൾ 42 ആകും. 3 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ 37 ആണ്. ഓക്കെ, ഇനിയിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ് മത്തായിയുടെ പ്രായം. അപ്പൊ ഇവിടെ ഈ പറയുന്ന 42നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും? ഒരു തവണ 14 എന്ന് വരും അല്ലെ? 14. അപ്പൊ ഇവിടെ എത്രയാണ്? 14 എന്ന് കിട്ടി. 14 × 3 42. ഓക്കെ, നെക്സ്റ്റ് ബാക്കിലോട്ട് പോയാൽ എത്രയാണ്? 2 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 12 ആണ്. 3 വർഷം മുമ്പെന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ആണ്.
ഇനി നോക്കിക്കേ, പറഞ്ഞിരിക്കുന്നത് 3 വർഷം മുമ്പുള്ള പ്രായം എന്ന് പറയുന്നത് ഇതിന്റെ 4 മടങ്ങാണെന്നാണ്. 9/4 എത്രയാണ് വരേണ്ടത്? 36 ആണല്ലേ, ഇവിടെ 37 സോ ഈ ഒരു ഫാക്ട് അവിടെ തെറ്റാണ്. ഓക്കെ, അത് നമുക്ക് എടുക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് നമ്പർ എടുക്കാം, 43 എടുക്കാം അല്ലെ. 43 എടുക്കുമ്പോൾ 3 വർഷം മുമ്പുള്ള പ്രായം 40 2 വർഷം കഴിയുമ്പോഴുള്ള പ്രായം എത്രയാണ്? 45 അല്ലെ. 3 മടങ്ങെന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 15. 15 × 3 45. അപ്പൊ അത് ഓക്കെ ആണേ. ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് നമുക്ക് പോകാം. 2 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 13 വരും. 3 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 10 കിട്ടി. നോക്കിക്കേ, ഈ പറയുന്നത് 10ന്റെ ഇതാണ് ജോണിന്റെ പ്രായം. ജോണിന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ് മത്തായിയുടെ പ്രായം. ശരിയാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ് മത്തായിയുടെ പ്രായമെങ്കിൽ മത്തായിയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 43 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്